സ്രാവ രോഗികളെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്രാവ രോഗികളെന്ന് വെച്ചാൽ ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരുന്നവർ, മൂക്കിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ, ദുർഗന്ധമുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവർ, അഡിനോയിഡുകാർ ഒക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ചിലപ്പോൾ ഊട് പൊട്ടി വെള്ളം വരുന്നവരുണ്ടാകാം, ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകാം, അതിൻ്റെ പിടുത്തങ്ങൾ പോയ ആൾക്കാരുണ്ട്, അവരുടെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ വേദന അനുഭവിക്കുന്നത്, അവർക്ക് സമാധാനം സന്തോഷമില്ല ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളാൽ വേദനിക്കുന്നവർ, വല്ലാതെ ബ്ലീഡിംഗ് ഉള്ളവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. വെരിക്കോസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബ്ലീഡിംഗ് വന്നിട്ട് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ സിക്രീസിനും കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവര്, കണ്ണിൽ എപ്പോഴും കരുവരിപ്പ് തോന്നണവര്, മുക്കിൽ ദിശ വളരുന്നവര്, തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കർത്താവിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് കൈകാലുകൾ കോഞ്ഞു പിടിക്കുന്നവര്, കൊച്ചു വലിക്കുന്നവര്, വ്യത്യസ്തമായ കാരണങ്ങളാൽ പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നവര്, പേശി ഉറക്കാത്തവര്, തല ഉറക്കാത്ത കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങള്, നടക്കാത്ത കുഞ്ഞുങ്ങള്, എപ്പിലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങള്, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവര്, ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുഃഖം തോന്നുന്നവർ അടിവയറ്റ് കൈവച്ചുകൊണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ സുഖമായി പ്രസവിക്കും, നല്ല കുഞ്ഞിനെ പ്രസവിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പറഞ്ഞതും അവർ 7-8 മാസം വരെ ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഓക്സിജൻ വരെ കിട്ടാൻ സാധ്യതയില്ല, ഭക്ഷണം കിട്ടത്തില്ല, കൊച്ച് ചാവുള്ള പോയായിട്ട് പോകുന്നു. പക്ഷെ ദൈവം ആ കുഞ്ഞിനെ 3 കിലോ തൂക്കത്തിലാണത് പ്രസവിച്ചത്. ആ സാക്ഷ്യമൊക്കെ ഗംഭീരമായ സാക്ഷ്യമാണ്. ആ ഗർഭിണിയായ സമയം മുതൽ 8 മാസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആഹാരം കിട്ടാനാണ്? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അതിന് 10-850 ഗ്രാം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് 3 കിലോനുണ്ടായി. അമ്മ കൈവച്ച രോഗം കൈവെക്കണ പോലല്ല. രോഗത്തിൻ്റെയും ലോകത്തിൻ്റെയും കൈവെപ്പുകൾ ഒറ്റ കൈവെപ്പ്, അമ്മയുടെ ഒറ്റ കൈവെപ്പ് കൊണ്ട് മാറ്റും. അതാണ് ഉടമ്പടി. കർത്താവേ, ഇവരുടെ എല്ലാവരുടെ മേലിൽ അമ്മയുടെ കൈ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാന ഉടമ്പടിയായി ഓൺലൈൻ കൂടുന്ന ലോകാലോകങ്ങളിലുള്ള എല്ലാ മക്കളും അവരുടെ വീടിനെ കർത്താവെ സംഹാര ദൂതനും കടന്നു പോയപ്പോൾ ആ വീടിനെ സ്പർശിക്കാതിരുന്ന കുഞ്ഞാളിൻ്റെ രക്തത്തിൻ്റെ കൈമുദ്ര പോലെ അമ്മയുടെ കൈമുദ്രകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്നഗോറിൻ്റെയും അതുപോലെ തന്നെ ബെൽത്താസറിൻ്റെയും ഒക്കെ തീക്കുണ്ടത്തിൽ ദൈവദൂതനെപ്പോലെ നിന്നതുപോലെ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ദുരന്ത മുഖങ്ങളിൽ അമ്മ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിഴിഞ്ഞത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വഴിയാധാരമായിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സിമന്റ് ഗോഡൌണിൽ കർത്താവെ പട്ടികളെ പോലെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കണ്ണുനീർ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. അവിടെ അവകാശ പോരാട്ടങ്ങളെ കർത്താവെ, ഈജിപ്തിൽ നിന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവന്ന പോലെ ആ മക്കളെ കൊണ്ടുവരുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിലനിർത്താൻ, അവരെ വളർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും കർത്താവെ, അവരെ ഉയർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും, ഈ വിഷയം കർത്താവ് ശാശ്വതമായി പരിഹരിക്കാനുള്ള
എല്ലാ നടപടികളും വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർക്കാരിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മന്ത്രിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജനനേതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവോപരി സമര പന്തലിൽ കർത്താവേ അധോരാത്രം സഹന സമരം നടത്തുന്ന സമര നേതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചേച്ചിമാരെ പെങ്ങന്മാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സംഘാടക സമിതിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എവിടെയെല്ലാം കടൽ കയറുന്നുവോ, എവിടെയെല്ലാം മക്കളുടെ ജീവിത അവതാളത്തിലാകുന്നു, അവിടെയെല്ലാം സത്വര നടപടികൾ, അടിയന്തര നടപടികൾ എടുക്കാൻ കർത്താവെ. വഴിയാധാരമാകുന്ന സ്ഥലങ്ങൾ, ഉരുളുപൊട്ടിയ സ്ഥലങ്ങൾ, പ്രളയം കയറിയ സ്ഥലങ്ങൾ, 6 കരകവിഞ്ഞ സ്ഥലങ്ങൾ, മഴപ്പെയ്ത്തിന് കർത്താവെ, മേഘവിസ്ഫോടനത്തിൽ കർത്താവ് മുങ്ങിപ്പോയ വീടുകൾ, എല്ലാ പ്രകൃതി ദുരങ്ങളിലും കർത്താവ് ബലിയാടെ ജീവിക്കുന്നവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. ഹൈറേഞ്ചിൽ താമസിക്കുന്നവര്, അതുപോലെ തന്നെ എല്ലാ അടിവാരങ്ങൾ താമസിക്കുന്നവര്, കടലോരങ്ങൾ താമസിക്കുന്നവര്, എവിടെയെല്ലാം ജനങ്ങൾ വേദനിക്കുന്നുവോ അവിടെയെല്ലാം അവർക്ക് ജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ എൻ്റെ മുമ്പിൽ നിന്ന് ഒന്നൊരു വായിച്ചത് 25:30 മത്തായിയുടെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായി 25:30 പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഇപ്പൊ ദൈവം കുറച്ച് നാളൊക്കെ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്ത് നോക്കും. ദൈവത്തിൻ്റെ രീതി അതാണ്. കുറച്ച് നാളിൽ നന്നാകാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് ദൂരക്കളയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിൽ അത്തിമരം വെച്ച് നട്ടുപിടിപ്പിക്കണില്ലേ, കാട്ടത്തിയെ ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാ കൊല്ലവും വന്നിട്ട് ബലമുണ്ടോ എന്ന് നോക്കും. 3-ാം പക്കവും ബലം കാണുന്നില്ല. പറയും ഇത് വെട്ടി കളയാൻ പറയും. കണ്ട, ആ ഐഡിയ എല്ലാം ഒന്നാണേ. പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന ആൾ തന്നെയാണ് അത്തിമരം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന. ലൂക്ക 13:6-7 തിരുവചനങ്ങൾ. ലൂക്ക 13:6-7. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? വേസ്റ്റ് ജന്മമാണെന്നായി പറയണത്. വേസ്റ്റ് ജന്മമാണെന്ന്. എന്തിന് നിലം പാഴാക്കണമെന്ന്.
പ്രയോജനമില്ലാത്ത വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് വേസ്റ്റ് ജന്മമെന്ന്. ഈ സൂക്ഷിച്ച് വേണം കേട്ടോ ഈ ഉടമ്പടി പുതുക്കാൻ. ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ, നിങ്ങളുടെ പുതുക്കൽ നീതീകരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. അനിത ബേബി തോമസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അനിത ബേബി തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷ്യം അപ്പീലുണ്ടേ, നോക്കണേ. അനിത ബേബി തോമസിൻ്റെ പ്രശ്നം, അവളൊരു നിലപാടുകാരിയാണ്. വിശ്വാസികൾക്ക് എപ്പോഴും നിലപാടില്ല എന്നുണ്ടെങ്കിൽ അവർ അവിശ്വാസികളായിട്ടാണ് ദൈവം കാണുന്നത്. വിശ്വാസികൾക്ക് നിലപാടില്ലെങ്കിൽ അവരെ ദൈവം അവിശ്വാസികളായിട്ടാണ് കാണുന്നത്. അനിതയുടെ പ്രശ്നം എന്താ? അനിതയുടെ പ്രശ്നം കുട്ടികളില്ല, വർഷങ്ങളായിട്ട് കുട്ടികളില്ല. അപ്പം അനിതയുടെ നിലപാട് എന്താണ്? അനിതയുടെ നിലപാട്, കുട്ടിയെ തരണമെങ്കിൽ കർത്താവ് തന്നെ തരണം, എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് കുട്ടികളെ വേണ്ടെന്ന്. അതാണ് നിലപാട്. വിശ്വാസി നിലപാടെടുത്തില്ലെങ്കിൽ അവിശ്വാസിയായിട്ടാണ് ദൈവം കരുതത്തുള്ളൂ. നിങ്ങൾ പറയണത് പപ്പൂതിയാലും പരമൂതിയാലും ഊത്തുകെട്ടാൽ ആൾക്കാരുടെ ഇതാണ്. മാതാവല്ലെങ്കിൽ അന്തൊരു സൂര്യനാണ്, നമ്മുടെ മകളെ കെട്ടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. അതാ നിലപാടല്ലത്. മാതാവല്ലെങ്കിൽ അന്തൊരു സൂര്യനാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പിന്നീട് വേറെ ചില നൊവേനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പോണത്. ഐ ആം നോട്ട് എഗൻസ്റ്റ് നൊവേന. ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞ ഇതാണ്, വെൻ യു ആർ ഇൻ ദി കവനൻ്റ് ഒരു ക്യാപിറ്റൽ സ്പിരിച്വൽ നറിഷ്മെൻ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റാണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യരുത്. കാര്യം നിങ്ങൾ ഒരു മനുഷ്യന് ഈ ഭൂമി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണത്. ബയലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവും നമ്മളും തമ്മിൽ എടുത്തപ്പൊങ്ങാത്തൊരു ഭാരം ജീവിതത്തിലുണ്ടാകുമ്പോൾ ദൈവത്തിനെ കൊണ്ടത് എടുപ്പിക്കാൻ വേണ്ടി ദൈവവും നമ്മളും തമ്മിലൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വേറെ എല്ലാം അപ്രസക്തമാണ്. അതിൻ്റെ ഒരു കച്ചും കൈയും കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ മറ്റു സ്ഥലത്ത് അലയാൻ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉടമ്പെടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത്. ഐ എം നോട്ട് അഗൻസ്റ്റ് ഇറ്റ്. അത് സഭയിലുള്ളതല്ലേ, നൊവേനൊക്കെ സഭയിലുള്ളതല്ലേ. പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം, കാലം മുന്നോട്ട് പോകുന്നതോടുകൂടി ജീവിതം സങ്കീർണമായപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത്? ചില വിഷയങ്ങൾ ദൈവം വിഷയത്തെ രണ്ടായിട്ട് തിരിക്കും. എന്താണ്? മെരിറ്റിൽ നടക്കാവുന്ന കാര്യങ്ങളുണ്ട്, മെരിറ്റിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നോട്ട് ബൈ മെരിറ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ യോഗ്യത കൊണ്ട്, കഴിവ് കൊണ്ട്, നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടായാലും നടക്കാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്ത് കപ്പാസിറ്റി നമുക്കുണ്ടായാലും നടക്കാത്ത കാര്യങ്ങളാണ് സ്പേസ് ഓഫ് ഗോഡ് വരണത്. അതിന് ഉടമ്പടി അല്ലാതെ വേറെ ഒരു ബന്ധമില്ല. അത് സിംഗിൾ എഡ്ജായിട്ടുള്ള ഒരു പ്രെയർ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അതിന് സിംഗിൾ എഡ്ജേ ഉള്ളൂ. നമ്മളാണ് അതിൻ്റെ ഒരു എഡ്ജ്. ദൈവത്തിൻ്റെ അടുത്ത് കേട്ട് അത് ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം എന്താണ്? ദൈവം കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പല സംഭവത്തിനും കേൾക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സമയത്തും പ്രെയർ കേൾക്കത്തില്ലെന്ന് പച്ചക്ക് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ധൂപം എടുത്തുകൊണ്ട് പോയതിൻ്റെ മുമ്പിൽ നിന്ന് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് എന്ന് ഇല്ലേ? ഏട്ടാ ഇവിടെ ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന യേശുവേ ആരാധന 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 ശ്രീയേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഐശയുടെ പ്രവചനങ്ങളാണ്. നിന്റെ ധൂപം എൻ്റെ മുമ്പിൽ എടുത്തുകൊണ്ട് പോകും. നീ മുഖം ഉയർത്തുമ്പോൾ, നീ കൈ ഉയർത്തുമ്പോൾ ഞാൻ മുഖം തിരിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യമാ ശ്രീഹരേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ ശ്രീഹരേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിൽ സമ്മാനമേ, തിരുവത്താഴമേശയിൽ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഐശയ്യ 1:15. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അപ്പൊ ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പക്ഷെ അങ്ങനെ ഒരു വിഷയം ഉടമ്പടിയിൽ ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇത് സിംഗിൾ ഡബിൾ എഡ്ജാണ്. ഇതിൻ്റെ എഡ്ജ് ഒരെണ്ണം നമ്മളൊന്ന് ദൈവമാണ്, ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്ത് ന്യൂസിലൻഡിൽ പഠിക്കാൻ വേണ്ടി. ന്യൂസിലൻഡിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറേ നാളിന് ശേഷമാണ് ഓഫർ ലെറ്റർ കിട്ടിയത്. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി പ്രോസസ്സിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ലോൺ 7 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സായി. പൈസ അമ്മ തന്നു. അതിന് പൈസ അമ്മയ്ക്ക് നന്ദി. സാധാരണ എല്ലാവർക്കും 1 മാസം അതിൽ കൂടുതലാണ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ വേണ്ടി എടുക്കുന്നത്. പക്ഷേ എനിക്ക് 7 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സാക്കി തന്ന് പൈസ അമ്മയ്ക്കും ദേവകുമാരനും നന്ദി. അതുപോലെ തന്നെ ആദ്യമൊക്കെ എനിക്ക് അമ്മയാണ് ആയ്മ ഉടമ്പടി എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അമ്മമാരെടുത്താലും മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ മക്കളും എല്ലാം ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ഈ പത്രം എങ്ങനെ കൊടുക്കണ്ടേ, ആൾക്കാർ മേടിക്കുമോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് എല്ലാവർക്കും പത്രം കൊടുക്കാനും എല്ലാം സാധിച്ചു. അതുപോലെ തന്നെ ബൈബിൾ അരമണിക്കൂർ വായിക്കാനും എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കാനും പൈസ അമ്മ എന്നെ സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ ലോണിന് വേണ്ടി ന്യൂസിലൻഡിന് ലോൺ കിട്ടി. അതിന് ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് കുറേ തടസ്സങ്ങളായിരുന്നു. ഏജൻസിക്കാർ ഓരോ ദിവസം ഓരോ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അതിനൊക്കെ അപ്ലൈ ചെയ്തെങ്കിലും ഞങ്ങൾക്ക് കുറേ താമസം വന്നു. ഞാനപ്പം ജൂൺ 14-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾക്ക് വിസ വെക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ജൂൺ 14-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൃത്യം പിറ്റേ ദിവസം 15-ാം തീയതി എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഏപ്രിൽ, ഓഗസ്റ്റ്, ജൂലൈ അത് കഴിഞ്ഞ് ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ജോസഫ് അച്ഛൻ പറഞ്ഞു 7, 6, 13 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ അതിന് മുന്നോടിയായി 27-ാം തീയതി എനിക്ക് ന്യൂസിലൻഡിൽ നിന്ന് വിസ അപ്രൂവൽ വന്നു. അതിനുശേഷം ഈ 3-ാം തീയതി എനിക്ക് വിസയും വന്നു. ഇതുവരെ എല്ലാം ചെയ്തു തന്ന പൈസ അമ്മയ്ക്കും ദേവകുമാരനും 1000 നൽകി. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഓൾഡ് ഏജ് ഹോമിലും എല്ലാം പോയി അവരെ സഹായിക്കുകയും കുളിപ്പിക്കുകയും അവർക്ക് മുടി വെട്ടിക്കൊടുക്കുകയും ഷേവ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങളും എന്നെ പുതിയൊരു മനുഷ്യനാക്കി തന്ന പൈസ അമ്മയ്ക്ക് ദേവകുമാരന് 1000 നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം. എൻ്റെ പേര് നിഷ ബാബു.
ഞാൻ ഗുരുവായൂർ കോട്ടപ്പടിയിൽ നിന്നും വരുന്നു. ഇതെൻ്റെ മകൻ ജാക്രാജ് ബാബു 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ജനുവരി 16-ാം തീയതിയാണ്. ഞാൻ 2017 മുതൽ കൃപാസനത്തിൽ വരാറുണ്ട്. പക്ഷെ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് പ്രയാസമാവില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ താമസിച്ചു. എനിക്കത് പ്രയാസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൃപാസനത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ ഒരു ദിവസം എൻ്റെ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് അവരുടെ വീട് വിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, കടം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവർ. അപ്പോൾ അവർക്കാണെങ്കിൽ ഇവിടേക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോകുന്നതല്ലേ, അപ്പോൾ ഉടമ്പടി എടുക്കുകയാണെങ്കിൽ ഒന്ന് സാധിക്കുകയാണെങ്കിൽ ഉടമ്പടി എടുക്കുമോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എന്തായാലും വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ അവരുടെ ആവശ്യം അത് എഴുതി. പിന്നെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എഴുതി. 6ാമത്തെ ആവശ്യമായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, എൻ്റെ മൂത്ത മകൻ്റെ ഒരു കൂട്ടുകാരന് പുകവലി എന്നും ഭയങ്കര ദുശീലുണ്ടായിരുന്നു. അവനത് പുകവലി ഇല്ലാതെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവന് എപ്പോഴും ഇതില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ ഞാൻ 6ാമത്തെ നിയോഗമായിട്ട് അത് എഴുതി. അങ്ങനെ നിയോഗം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം പെട്ടിയിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ എൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു എൻ്റെ 2ാമത്തെ മോന് വായിൽ പുണ്ണ് വരുമായിരുന്നു. പുണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ ഒരു 10-20 പുണ്ണൊക്കെ ഒരുമിച്ച് വരും വായിൽ. ഒരു ദിവസം പോലും മുടക്കുണ്ടാവില്ല. അതിങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വൈകിട്ടായി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും അവൻ. രാവിലെ പള്ളിയിലേക്ക് പോകും, ഓൾട്ടർ ബോയ് ആണ്. അപ്പോൾ കുർബാനയ്ക്ക് കൂടും. കുർബാനയ്ക്ക് വായിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. എങ്കിലും അവന് ആ സമയത്ത് അവനെന്തോ ദൈവം കൃപ കൊടുത്തിട്ട് അവന് വായിക്കാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്, അവന് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അത് എഴുതാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ എനിക്കത് എഴുതാൻ സാധിച്ചില്ലല്ലോ മാതാവി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഉടമ്പടിയിലിപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മകനോട് പറഞ്ഞു, എനിക്ക് 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതിയത് നിൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി എന്തിനാ അത് എഴുതിയത്, അത് ആ സ്ഥലം വെറുതെ വേസ്റ്റാക്കിയില്ലേ, ഒരു ഉപകാരവും ഇല്ല, അവൻ്റെ പുകവലി നിൽക്കില്ല, അവനതില്ല, അത് പറ്റില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് എൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയത് അവൻ്റെ മുഖമാണ്. അപ്പം ഞാനത് എഴുതി. മാതാവ് എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതായിരിക്കും. ഞാനാണെങ്കിൽ എൻ്റെ ജാക്കുവിൻ്റെ ആവശ്യം പോലെ എഴുതാൻ സാധിച്ചില്ല. അപ്പോൾ അതാണ് എനിക്ക് എഴുതാൻ തോന്നി, ഞാനത് എഴുതി പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. 2ാമത്തെ മാസം അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ പേപ്പറൊക്കെ കൊടുത്തു വിടും. അപ്പോൾ ബാഗിൽ വയ്ക്കും. അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ കിടക്കയുടെ അടിയിലൊക്കെ വെക്കാൻ പറയും ഞാൻ കൃപാസനത്തിൻ്റെ പേപ്പർ. അത് കഴിഞ്ഞ് 2ാമത്തെ മാസം അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി വലിയ അത്ഭുതമാണ്, ആ കുട്ടി പുകവലി നിർത്തി പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, അവനും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ മകന് വലിയൊരു സാക്ഷിയാണ് അത്, അവന് വലിയൊരു അത്ഭുതമായിരുന്നു അത്, അവന് അങ്ങനെ നിർത്തി എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത് എൻ്റെ കസിൻ്റെ വീട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വീട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വന്നെങ്കിലും അവർക്കത് വിൽക്കാൻ സാധിച്ചില്ല. ആദ്യത്തെ 3 മാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഒന്നും സാധിച്ചില്ല. ഞാൻ ഉടമ്പടി വസ്തുക്കൾ അവരുടെ വീടിൻ്റെ പടിയിൽ ഉപ്പ് കൊണ്ടുപോയിട്ട് ഞാൻ ഇടുമായിരുന്നു. പിന്നെ തൈലം കൊണ്ടുപോയിട്ട് അവരുടെ കട്ടിളപ്പടിയുമൊക്കെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കി ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യം പുതുക്കിയിട്ട് ഞാൻ പോകുമ്പം ഞാൻ എൻ്റെ മകൻ്റെ താഴെയുള്ള മോൻ്റെ വായൽപ്പുണ്ണിൻ്റെ കാര്യം എഴുതി വെച്ചു. അത് കൂടെ എന്നിട്ട് ഞാൻ വീട്ടിലെത്തി. അങ്ങനെ ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ അവരുടെ വീട് വിൽപ്പനയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി ഒരു കൂട്ടർ വന്നു.
ഒരു ടോക്കണോ അഡ്വാൻസോ ഒന്നുമില്ലാതെ 2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടന്നു. അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. മാതാവ് തിരുക്കുമാരനിൽ കൂടി ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് എൻ്റെ വലിയ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാനപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ട് പുണ്ണ് മാറാൻ വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവന് രാവിലെ ഭക്ഷണം കൊടുക്കുമ്പോൾ, സ്കൂളിൽ പോണേക്കാളും മുമ്പ് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് കൊടുക്കാറ്. അതുപോലെ രാത്രിക്ക് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പത്രം അവൻ്റെ ചുണ്ടുമ്മ വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഓരോ ദിവസം കഴിയും തോറും അവൻ്റെ വായിൽ പുണ്ണ് കൂടിക്കൊണ്ട് വരികയാണ്. ചോരയൊക്കെ വരും, ചുണ്ടൊക്കെ വീർത്ത് തടിച്ചിട്ട് ഇരിക്കുക ചെയ്യുക.